ആരോഗ്യവും ധനവും തമ്മിൽ നല്ല ബന്ധത്തിലാണല്ലേ? കാര്യം, നമുക്കൊരു ചെറിയ ആരോഗ്യ പ്രശ്നം വന്നാൽ ഇല്ലാത്ത പൈസ മുടക്കി നമ്മൾ അതിനെ ചികിത്സിക്കും. പക്ഷേ നമ്മുടെ ആരോഗ്യ വകുപ്പും ധനവകുപ്പും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച. അവർ തമ്മിൽ വലിയ ചേർച്ചയിലല്ല. വീണയെ കൊണ്ട് ഈ ആരോഗ്യം വൃത്തിക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് നേരത്തെ തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ തമ്മിൽ പഴിചാരിക്കൊണ്ട് തീർക്കുകയാണ് ആരോഗ്യവകുപ്പും ധനവകുപ്പും. എല്ലാ വകുപ്പുകളും കുത്തഴിഞ്ഞു കിടക്കുകയാണെങ്കിലും ഇവർ തമ്മിൽ പോരു കൂടിയതോടെ അവസാനം മുഖ്യമന്ത്രി കളത്തിലിറങ്ങിയപ്പോഴാണ് പ്രശ്നം പരിഹരിക്കാൻ പറ്റിയത്. വീണ ജോർജിനെതിരെ രഹസ്യമായും പരസ്യമായിട്ടും ഒട്ടനവധി ആളുകൾ ശബ്ദമുയർത്താറുണ്ട്. അതും സ്വന്തം പാർട്ടിയിൽ നിന്നും വരെ അങ്ങനെ വരുമായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ സമയത്ത് വീണ ജോർജിനെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട ആള് പാർട്ടിയിൽ നിന്നും പിരിഞ്ഞുപോയത്. കൂടാതെ ഇപ്പോൾ മന്ത്രിക്കെതിരെ മറ്റു മന്ത്രിമാരുകൂടി ശബ്ദമുയർത്തുകയാണ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ നിയമനത്തെ ചൊല്ലിയായിരുന്നു ആരോഗ്യ ധന വകുപ്പ് മന്ത്രിമാർ തമ്മിൽ തർക്കം നടന്നത്. അവസാനം മുഖ്യമന്ത്രി ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് പോലും. പുതിയതായി ആരംഭിച്ച കാസർഗോഡ്, വയനാട്, ഇടുക്കി, കോന്നി മെഡിക്കൽ കോളേജുകൾക്കായി 180 ഡോക്ടർമാരെ നിയമിക്കാനുള്ള മന്ത്രി വീണ ജോർജിന്റെ ആവശ്യത്തിന് ധനവകുപ്പ് ഉടക്കിട്ടതോടെയാണ് തർക്കം മന്ത്രിസഭാ യോഗത്തിലേക്കും നീണ്ടത്. 2 ഇടങ്ങളിലേക്ക് 30 തസ്തിക മാത്രം അനുവദിക്കാനുള്ള ധനവകുപ്പിന്റെ നിലപാടിൽ മന്ത്രി വീണ ജോർജ് ക്ഷുഭിതയായി മാറി. സാമ്പത്തിക പ്രതിസന്ധി കാരണം കൂടുതൽ തസ്തിക അനുവദിക്കാനാകില്ല എന്ന് മന്ത്രി ബാലഗോപാലൻ വ്യക്തമാക്കിയതോടെ ഇരുവരും തമ്മിൽ തർക്കമായി. ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട പ്രശ്നപരിഹാരത്തിന് ചീഫ് സെക്രട്ടറി എ ജയതിലകനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. 4 മെഡിക്കൽ കോളേജുകളിലുമായിട്ട് 180 ഡോക്ടർ തസ്തിക ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി മാസങ്ങൾക്ക് മുൻപേ ധനവകുപ്പിന് കത്തയച്ചതാണ്. എന്നാൽ കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജുകളിൽ 30 തസ്തികകൾ സൃഷ്ടിക്കാമെന്ന ധനവകുപ്പിന്റെ തീരുമാനമാണ് ആരോഗ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത്. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുമുള്ള 34 ഡോക്ടർമാരെ ഇടുക്കി, കോന്നി മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റാമെന്നായി ധനമന്ത്രിയുടെ നിലപാട്. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ താങ്ങാവുന്നതിലേറെ രോഗികൾ വരുന്നുണ്ടെന്നും അവിടെയുള്ള ഡോക്ടർമാരെ മാറ്റിയാൽ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുമെന്നും മന്ത്രി വീണ ജോർജ് വാദിച്ചു. 4 MBBS പഠനവും നടക്കുന്നത് കൊണ്ട് 180 തസ്തിക തന്നെ വേണമെന്നും മന്ത്രി വ്യക്തമാക്കി. ചീഫ് സെക്രട്ടറിയെ നിയോഗിച്ചുവെങ്കിലും തിരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് പരിഹാരം നീളുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ആശങ്ക. അതേസമയം ആരോഗ്യവകുപ്പിന്റെ അവസാനത്തെ ഇരയായി നവംബർ 5 മരണപ്പെട്ട വേണു മാറി. ഹൃദയരോഗവുമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയ വേണു പിന്നെ ജീവനോടെ തിരികെ പോയിട്ടില്ല. ഒട്ടനവധി പേരാണ് ഇപ്പോൾ ചികിത്സ പിഴവ് മൂലം മരണപ്പെടുന്നത്. മെഡിക്കൽ കോളേജുകളുടെ അശ്രദ്ധ കാരണം കൈ നഷ്ടപ്പെട്ട സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. വീണയുടെ ഈ കെടുകാര്യസ്ഥത കൊണ്ട് സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിമാർ പോലും പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇനി എന്നാണ് കഴുത്തിനെ പിടിച്ച് തള്ളുന്നത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി.